friends, welcome to PSC Education Aspiration English Classroom 8. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടീഷണൽ ക്ലോസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ ടെൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻസ് കുറിച്ച് പഠിച്ചതിന് ശേഷം അതിന്റെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്? പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ഒരു മാർക്കിന്റെ ചോദ്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പൊ ഏത് പരീക്ഷ ആയിക്കോട്ടെ ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇഫ് ക്ലോസിനെ കുറിച്ചും മെയിൻ ക്ലോസിനെ കുറിച്ചും കണ്ടീഷണൽ ക്ലോസുകളെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കണ്ടീഷനാണ് അല്ലെ. ഒരു പ്രവൃത്തിയുടെ ഫലം ഒരു വ്യവസ്ഥയിൽ ഊന്നി പറയുകയാണെങ്കിൽ അത്തരം സെന്റൻസുകളെയാണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ ഫലം, ഒരു ആക്ഷന്റെ റിസൾട്ട് ഏതെങ്കിലും ഒരു കണ്ടീഷനിലൂടെയാണ് പറയുന്നത്. ഇത്തരത്തിലെ കണ്ടീഷണൽ സെന്റൻസുകളെ നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ കണ്ടീഷണൽ സെന്റൻസ് എങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് യു ഹെൽപ്പ് ഹിം he will help you. If you help him he will help you. അവിടെ ഒരു കണ്ടീഷൻ ആണ്. നീ അവനെ സഹായിക്കുകയാണെങ്കിൽ, ഇഫ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് അല്ലെ. അവൻ നിന്നെ സഹായിക്കും. അവിടെ ഒരു കണ്ടീഷൻ ഊന്നിയാണ് ഒരു സെന്റൻസ് വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇനി ഇത്തരത്തിലുള്ള കണ്ടീഷണൽ സെന്റൻസിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ പ്രധാനമായിട്ടും ബേസ് ചെയ്ത് 3 ടെൻസുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് കൂടുതലുണ്ട്, പാസ്റ്റ് ടെൻസും വരുന്നുണ്ട്. എങ്കിലും പ്രധാനമായിട്ടും 3 ടെൻസുകളെ ബേസ് ചെയ്തിട്ടാവും പറയുന്നുണ്ടാവുക. ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ്. ഈ ടെൻസുകളെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ടെൻസുകളിലൂന്നിയായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. ഇനി 3 ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെന്റൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് 3 ടൈപ്സ്? ഒന്നാമത്തേത് പോസിബിൾ കണ്ടീഷൻ, സെക്കൻഡ് വൺ ഇംപ്രോബബിൾ കണ്ടീഷൻ, തേർഡ് വൺ ഇംപോസിബിൾ കണ്ടീഷൻ. അപ്പോ പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് പോസിബിൾ ആണ്, സാധ്യമാണ് അല്ലെ. ആ വേർഡിന്റെ മീനിങ് തന്നെ പോസിബിൾ ആണ്. ഇനിയാണെങ്കിലും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന, ഇനി നടന്നേക്കാൻ ഇടയുള്ള സാധ്യതയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോസിബിൾ കണ്ടീഷൻ സെന്റൻസ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കണം. നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ ഇതുപോലെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു വെച്ചതാണ്. അതുപോലെ തന്നെ ഈ കണ്ടീഷണൽ ക്ലോസ് പഠിക്കുമ്പോഴും കണ്ടീഷണൽ സെന്റൻസ് പഠിക്കുമ്പോഴും അതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തെറ്റില്ല. അപ്പൊ ആ സ്ട്രക്ചർ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പൊ എന്താണ് ഞാൻ സ്ട്രക്ചർ പറഞ്ഞത്? ആദ്യം ഇഫ് ക്ലോസ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോ ഇഫ് ക്ലോസ് പ്ലസ് സബ്ജക്റ്റ്, ഇഫ് ക്ലോസ് പ്ലസ് സബ്ജക്റ്റ്, പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുവാണെങ്കിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് സ്ട്രക്ചർ പോകുന്നത്. അപ്പോഴാദ്യമേ ഈ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പോസിബിൾ കണ്ടീഷൻ സ്ട്രക്ചർ ആണ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൽ, ക്യാൻ ഓർ മേ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആയിട്ട് ആ സ്ട്രക്ചർ ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇനി തന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കൂ ഒരു എക്സാമ്പിൾ. ഇഫ് യു വർക്ക് ഹാർഡ് you will pass. If you work hard you will pass. If clause വന്നു, you എന്നുള്ള സബ്ജക്റ്റ് വന്നു അല്ലെ. if plus you എന്നുള്ള സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണ് വർക്ക് ഹാഡ്, പിന്നെ വീണ്ടും you, പിന്നെ എന്താണ് will വന്നു അല്ലെ. will or shall, can, may ഏതെങ്കിലും ഒരെണ്ണം ആവാം. will വന്നു, പിന്നെ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് വന്നു. അപ്പോ ക്ലിയർ ആയില്ലേ? അപ്പൊ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെയാവും ചോദ്യം വരിക? ഇഫ് യു വർക്ക് ഹാർഡ് യു ഡാഷ് പാസ്, എന്നിട്ട് ഓപ്ഷനില് വില്ല്, ഷാല്, വുഡ്, ക്യാന് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് തരാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ ഇഫ് യു ഡാഷ് യു വിൽ പാസ് എന്ന് പറഞ്ഞ് തരാം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? സിമ്പിൾ പ്രസന്റ് ആവും വരുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് പോസിബിൾ കണ്ടീഷൻ. ഈ നടക്കാൻ
സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇനിയാണെങ്കിലും നീ നന്നായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പാസ്സാകാനായിട്ട് കഴിയും. അതാണ് ഇനി നടക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞത്. അതിന് ഒരു എക്സാമ്പിൾ കൂടെ നോക്കൂ. ഇഫ് ഹി ഗോസ് ദെയർ, ഇഫ് വന്നു, സബ്ജക്റ്റ് വന്നു, ഈ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നു, അതുപോലെ തന്നെ വീണ്ടും സബ്ജക്റ്റ് വന്നു, പിന്നെ ക്യാൻ വന്നു അല്ലെ, പിന്നെ ഈ പറഞ്ഞ V1 ഫോം, അങ്ങനെ ഒബ്ജക്റ്റ് അങ്ങനെ പോകുന്നു. അപ്പോ ഇത് രണ്ടും മനസ്സിലായപ്പോ രണ്ടാമത് പറഞ്ഞത് ഇഫ് ഹി ഗോസ് ദെയർ, അവൻ അവിടെ പോകുകയാണെങ്കിൽ അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും അല്ലെ, അവനെ മീറ്റ് ചെയ്യാൻ. അപ്പൊ അത് രണ്ടും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ കണ്ടീഷൻ ആണ്. അപ്പൊ എക്സാമിന് എങ്ങനെ ചോദിക്കാം, ഇഫ് ഹി ഡാഷ് ദെയർ ഹി ക്യാൻ മീറ്റ് ദം എന്നോ, അല്ലെങ്കിൽ ഇഫ് ഹി ഗോസ് ദെയർ ഹി ഡാഷ് മീറ്റ് ദം എന്നോ ചോദിക്കാം. എന്നിട്ട് ഓപ്ഷനിൽ ഈ പറഞ്ഞ ക്യാൻ, കുഡ്, ഇത് ഓക്സിലറി വെർബ് അല്ല, ഇവിടെ വെർബാണ് കേട്ടോ, അതുകൂടി ശ്രദ്ധിക്കണം. ഇത് ഓക്സിലറി വെർബ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ക്യാനും വില്ലും ഒക്കെ വെർബ്, മെയിൻ വെർബ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. അപ്പൊ ഇത് രണ്ടും എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇനി നടന്നേക്കാനിടയുള്ള, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോസിബിൾ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചറും പറഞ്ഞു. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇംപ്രോബബിൾ കണ്ടീഷൻ ആണ്. ഇംപ്രോബിൾ, സംഭവിക്കാൻ കഴിയുമായിരുന്നു, വേണമെങ്കിൽ നടക്കുമായിരുന്നു, പക്ഷേ ഇനി ശ്രമിച്ചാലും, ഇതുവരെ നടന്നിട്ടില്ല, ഇനി ശ്രമിച്ചാലും നടക്കും. സംഭവിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ ഇനി ശ്രമിച്ചാലും നടക്കും എന്നുള്ളൊരു കണ്ടീഷൻ പറയുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ഇംപ്രോബബിൾ കണ്ടീഷൻ സെന്റൻസ് വരുന്നത്. ഇനി അതിന്റെ സ്ട്രക്ചർ ആണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. ഇഫ് പ്ലസ് സബ്ജക്റ്റ്, ഇവിടെ സിമ്പിൾ പ്രസന്റ് ആയിരുന്നു പോസിബിൾ കണ്ടീഷനിലെങ്കിൽ ഇംപ്രോബിൾ കണ്ടീഷൻ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് വരും. അതാണ് മെയിൻ ഡിഫറൻസ്. സിമ്പിൾ പ്രസന്റ് വരെ എന്ത് വരും, സിമ്പിൾ പാസ്റ്റ് വരും. പിന്നെ സബ്ജക്ട് പ്ലസ് ഇവിടെ വിൽ, ഷാൽ, ക്യാൻ, മേ ആയിരുന്നെങ്കിൽ അതിന് പകരം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നിവ വരും. പ്ലസ് V1 അല്ലെങ്കിൽ പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കേണ്ടത് പോസിബിൾ കണ്ടീഷനിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, എന്നാൽ ഇംപ്രോബിൾ കണ്ടീഷനിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ അവിടെ വില്ലും വുഡും ആയിരുന്നെങ്കിൽ, വില്ലും ഷാലും ക്യാനും മേയും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെയൊക്കെ പാസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വുഡ്, ഷുഡ് അങ്ങനെയുള്ള ഫോംസ് ആണ് വരുന്നത്. വെർബാണ്, അല്ലാതെ ഈ പറഞ്ഞ ഓക്സിലറി വെർബ് അല്ല, മെയിൻ വെർബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് സബ്ജക്ട് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെ പോകും. അപ്പൊ ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഇനി അതിന്റെ എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. ഇഫ് ഹി കെയിം ദെയർ, കണ്ടോ, ഇഫ് എന്ന് പറഞ്ഞ ക്ലോസ് വന്നു, ഹി സബ്ജക്റ്റ് വന്നു, കെയിം അല്ലെ, കെയിം എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്, കെയിം ദെയർ. പിന്നീട് വീണ്ടും സബ്ജക്റ്റ് വന്നു, ഐ, ദേ നോക്കൂ വെർബായിട്ട് എന്താ വന്നിരിക്കുന്നത്, ഐ വുഡ് ഗീവ് ഹിം. If he came there, I would give him. നടക്കാമായിരുന്നു അല്ലെ, അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ, ഇത് നടന്നേക്കാൻ ഇടയുള്ളതായിരുന്നു, ഇനി ശ്രമിച്ചാലും നടക്കും. അപ്പോ അവൻ വന്നിരുന്നെങ്കിൽ, അവൻ വരുമായിരുന്നെങ്കിൽ എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞേനെ, എനിക്കത് നൽകാൻ കഴിയുമായിരുന്നു. ഇനി ശ്രമിച്ചാലും നടക്കും, ഒരിക്കൽ നടക്കേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കണ്ട, ഇപ്പൊ ഒരു പാസ്റ്റിന്റെ ഒരു മീനിങ് അവിടെ വരും അല്ലെ, ഒരിക്കൽ നടക്കേണ്ടതായിരുന്നു, ശ്രമിച്ചാൽ ഇനിയും നടക്കും എന്ന് പറയുന്നു അല്ലെ. ഇഫ് ഹി കെയിം ദെയർ ഐ വുഡ് ഗിവ് ഹിം എ ഗിഫ്റ്റ്, അവൻ അവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് അവൻ ആ ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഏതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളാണ്, സ്ട്രക്ചർ പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു, ഇംപ്രോബിൾ കണ്ടീഷൻ സെന്റൻസ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകാം. ഇംപോസിബിൾ കണ്ടീഷൻ. ഇംപോസിബിൾ ആണ്, നടക്കാൻ ഒട്ടും സാധ്യതയില്ല അല്ലെ, ഇംപോസിബിൾ ആണ്, പേര് പോലെ തന്നെ. മുൻപ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടന്നേനെ, ആ വേണ്ടുന്ന സമയത്ത് ചെയ്തില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല. മുമ്പ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടന്നേനെ, പക്ഷെ ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഇംപോസിബിൾ കണ്ടീഷനിൽ പറയുന്നത്. ഇനി അതിന്റെ സ്ട്രക്ചർ നോക്കൂ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് അവിടെ ടെൻസ് മാറി, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറി, കണ്ടോ. അപ്പോ സിമ്പിൾ പ്രസന്റ് പോസിബിളില്, അത് കഴിഞ്ഞ് ഇംപ്രോബബിൾ വന്നപ്പോ സിമ്പിൾ പാസ്റ്റ് ആയി, ഇംപോസിബിൾ കണ്ടീഷൻ വന്നപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഷോർട്ട് ഫോമിൽ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്, ഒന്നുകൂടെ പറയാം കേട്ടോ. അപ്പൊ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വുഡും ഷുഡും കുഡും മൈറ്റും, അതിനൊന്നും വ്യത്യാസമില്ല. പക്ഷേ
പകരം ഒരു വെർബ് കൂടി അവിടെ വരുന്നുണ്ട്, ഹാവ്. അതാണ് ഹാവ് കൂടി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? ഇമ്പോസിബിൾ കണ്ടീഷന്റെ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V1 ഫോമും അല്ല V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് നമുക്ക് പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V1 V2 V3 ഫോം ഒക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് ഈ പറഞ്ഞ ടെൻസ് പഠിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെർബിന് 3 ഫോംസ് ഉണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ഇമ്പോസിബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വുഡ് ഷുഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മാറി, അതുപോലെ വുഡ് ഷുഡ് ഇതിന്റെ കൂടെ എന്ത് കൂടി വന്നു? ഹാവ് പ്ലസ് V3 ഫോം ആണ് വരുന്നത്. V1 ഫോം അല്ല, V3 ഫോം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ഇഫ് he had reached earlier he would have meet the minister. if he had, if എന്ന് പറഞ്ഞ ക്ലോസ് വന്നു, സബ്ജക്റ്റ് he വന്നു അല്ലെ. ഹാഡ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അത് റീച്ച്ഡ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. earlier നേരത്തെ വരുമായിരുന്നെങ്കിൽ he would have, he നോക്കൂ would വന്നു, സബ്ജക്റ്റ് വന്നു, would വന്നു, പ്ലസ് ഹാവ് കൂടി വന്നു. കണ്ടോ? സബ്ജക്റ്റ് പ്ലസ് പറഞ്ഞ വുഡിന്റെ കൂടെ എന്ത് കൂടി വന്നു? ഹാവ് കൂടി വന്നു. അപ്പൊ ഇഫ് ഹി ഹാഡ് റീച്ച്, നേരത്തെ വിചാരിച്ചെങ്കിൽ നടക്കുമായിരുന്നു. അവൻ നേരത്തെ വന്നിരുന്നെങ്കിൽ മിനിസ്റ്ററെ കാണാൻ കഴിഞ്ഞേനെ. പക്ഷെ അവൻ നേരത്തെ വന്നില്ല, അതുകൊണ്ട് മിനിസ്റ്ററെ കാണാൻ കഴിഞ്ഞില്ല, ഇനിയിട്ട് കാണാൻ സാധിക്കുകയില്ല അല്ലെ. ഇഫ് ഹി ഹാഡ് റീച്ച്ഡ് ഇയർലി, കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ അവന് ഹി വുഡ് ഹാവ് മീറ്റ് ദ മിനിസ്റ്റർ, മിനിസ്റ്ററിനെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നടക്കാൻ സാധ്യത, കാരണം അത് നേരത്തെ വന്നില്ല. അപ്പോൾ അവിടെ അതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നടക്കാൻ ഇനി സാധ്യതയില്ല, മുൻപ് വേണമെങ്കിൽ നടക്കാമായിരുന്നു. അപ്പോൾ 3 കണ്ടീഷൻ സെന്റൻസുകളാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. പോസിബിൾ കണ്ടീഷൻസ്, ഇംപ്രോബബിൾ കണ്ടീഷൻസ്, ഇംപോസിബിൾ കണ്ടീഷൻ. ഇതിന്റെ 3ന്റെയും എക്സാമ്പിൾ സ്ട്രക്ചറും ആണ് പറഞ്ഞത്. ഇനി ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. ഇപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ഇഫ് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ പോസിബിൾ കണ്ടീഷൻ അല്ലെ. സിമ്പിൾ പ്രസന്റ് ചേർന്ന് വരുന്നു അല്ലെ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, അതിന്റെ കൂടെ എപ്പോഴും എന്തേ വരുള്ളൂ? സിമ്പിൾ പ്രസന്റ് കണ്ടോ, ടെൻസ് കണ്ടോ? നിങ്ങൾ ഇതൊന്നും പോസിബിൾ ആണോ അതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വെർബ് ആണെങ്കിൽ അതിന്റെ കൂടെ എന്താ വരിക? വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ഫോം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ഇഫ് പ്ലസ് ഈ പറഞ്ഞ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് അല്ലെ. സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് വീണ്ടും സബ്ജക്റ്റ്, അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ കൂടെ വരിക? വുഡ് ഷുഡ്. അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് എപ്പോഴും എക്സാമിന് ഡാഷ് ഇട്ട് തന്നിട്ട് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് കുഡ് ഷുഡ് മൈറ്റ് പ്ലസ് അതിന്റെ കൂടെ ഒരു ഹാവ് കൂടി വരും കേട്ടോ. ഇമ്പോസിബിൾ കണ്ടീഷൻ അതിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ അതിന്റെ കൂടെ ഒരു ഹാവ് പ്ലസ് V3 കൂടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് നമ്മുടെ ഈ കണ്ടീഷണൽ സെന്റൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ചെക്ക് ചെയ്യാം. മറ്റു ചില പ്രധാനപ്പെട്ട കണ്ടീഷൻസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇഫ് ക്ലോസ് എപ്പോഴും ഫസ്റ്റ് ക്ലോസ് ആയിട്ട് തന്നെ വരണമെന്നില്ല. ചില സമയങ്ങളിൽ ഇഫ് ക്ലോസ് ഇഫ് സെക്കൻഡ് ക്ലോസ് ആയിട്ടും വരാം, അതായത് സെന്റൻസിന് രണ്ടാമത്തെ ഭാഗത്തായിട്ടും വരാം. അപ്പൊ അത്തരത്തിൽ 2 എക്സാമ്പിൾസ് ഉണ്ട്. നോക്കൂ. ഷീ വോണ്ട് ഗോ ഇഫ് ഷീ ഈസ് നോട്ട് ഇൻവൈറ്റഡ്. ഷീ വോണ്ട് ഗോ ഇഫ് ഷീ ഈസ് നോട്ട് ഇൻവൈറ്റഡ്. നോക്കൂ, ഇവിടെ ഇഫ് മിഡിൽ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അതായത് മെയിൻ ഈ പറഞ്ഞ ഷീ വോണ്ട് ഗോ, ഷീ ഈസ് നോട്ട് ഇൻവൈറ്റഡ് എന്ന് പറയുന്ന മെയിൻ ക്ലോസിന്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലോസ് ആയി ഷീ വോണ്ട് ഗോ എന്നുള്ളതിന്റെയും മിഡിൽ ആയിട്ടാണ് ഇഫ് വന്നിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ക്ലോസ് ആയിട്ടാണ് ഇവിടെ ഇഫ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയും എപ്പോഴും ഇഫ് ഫസ്റ്റ് തന്നെ വരണമെന്നില്ല. ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ ഇഫ് എന്തായിട്ടും വരാം, മിഡിൽ ആയിട്ടും വരാറുണ്ട്. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്. വി കുഡ് അട്രാക്ട് മോർ ടൂറിസ്റ്റ് if we provided better comfort. ഒന്നുകൂടി വായിക്കാം. We could attract more tourists if we could. കണ്ടോ, ഇവിടെയും if എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? സെക്കൻഡ് ക്ലോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലോസ് ആയിട്ട് മാത്രമല്ല സെക്കൻഡ് ക്ലോസ് ആയിട്ടും ചില സാഹചര്യങ്ങളിൽ ഇഫ് ക്ലോസ് യൂസ് ചെയ്യാറുണ്ട് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. We could attract more tourists if we provided better comfort. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ 2
എക്സാമ്പിൾസിലും എന്താണ് രണ്ടാമതായിട്ടാണ് ഇഫ് ക്ലോസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാ ഒരു കണ്ടീഷൻ. ഇനി അടുത്ത് നോക്കൂ, ഇഫ് ക്ലോസും മെയിൻ ക്ലോസിലും രണ്ടും ചില സാഹചര്യങ്ങളിൽ ഇഫ് ക്ലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ആയിക്കോട്ടെ രണ്ട് സാഹചര്യങ്ങളിലും ചില സമയങ്ങളിൽ ആ സെന്റൻസ് നെഗറ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ് മാത്രമായിട്ടും നെഗറ്റീവായിട്ട് വരാറുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ചിലപ്പോൾ രണ്ടും നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ് മാത്രവും നെഗറ്റീവായിട്ട് വരാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇഫ് യു ഡോണ്ട് കം ഇൻ ടൈം. ഡോണ്ട് കണ്ടോ, അവിടെ നെഗറ്റീവ് ആണ്. ഡോണ്ട് കം ഇൻ ടൈം യു വിൽ ബി മാർക്ക്ഡ് ആബ്സെൻസ്. അവിടെ ഒരു കേസിൽ മാത്രമേ, ഒരു ക്ലോസിൽ മാത്രമേ നെഗറ്റീവ് ആയിട്ടുള്ളൂ. എന്നാൽ രണ്ടാമത് പറയുന്ന കേസിൽ നോക്കിയേ, ഇഫ് ദേ ഡോണ്ട് സ്റ്റഡി ഹാർഡ് they will not pass. they will not pass. രണ്ട് ക്ലോസിലും നെഗറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇഫ് ക്ലോസ് വരുമ്പോ ഇഫ് ക്ലോസിൽ ചിലപ്പോൾ രണ്ട് ക്ലോസ് ഉണ്ടാവും, ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ഉണ്ടായിരിക്കും. ചിലപ്പോൾ രണ്ട് നെഗറ്റീവ് ആകാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ലോസ് മാത്രമേ നെഗറ്റീവായിട്ട് വരാറുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലും ഇഫ് യൂസ് ചെയ്യാറുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഈ രണ്ട് ക്ലോസും ചില സാഹചര്യങ്ങളിൽ നെഗറ്റീവായിട്ട് വരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ സാഹചര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഇഫ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ രണ്ട് ക്ലോസും അങ്ങ് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു സെന്റൻസിൽ രണ്ട് ക്ലോസ് ഉണ്ടെങ്കിൽ രണ്ട് ക്ലോസും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇഫിന് പകരം ചില സാഹചര്യങ്ങളിൽ അൺലെസ് ഉപയോഗിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് ഇത്തരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അൺലെസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇഫ് ആണെന്ന് തോന്നും. അപ്പൊ ശ്രദ്ധിക്കണം, ചില സാഹചര്യങ്ങളിൽ രണ്ട് ക്ലോസുകൾ നെഗറ്റീവായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ അൺലെസ് ഉപയോഗിക്കാറുണ്ട്. ഏതാണ് ഇഫിന് പകരം എന്ത് ഉപയോഗിക്കാറുണ്ട്? അൺലെസ് ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, അൺലെസ് യു റെസ്പെക്ട് ദം ദേ വിൽ നോട്ട് റെസ്പെക്ട് യു. അൺലെസ് അവിടെ നെഗറ്റീവ് വേർഡ് ആണ് അൺലെസ് അല്ലേ. നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്തില്ല, അത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പൊ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യില്ല. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യം. അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താലേ ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നിങ്ങളെയും റെസ്പെക്ട് ചെയ്യില്ല. അപ്പൊ രണ്ട് നെഗറ്റീവ് ക്ലോസുകളാണ് വന്നത്. അവിടെ ഇഫിന് പകരം ഏത് യൂസ് ചെയ്തു? ചില സാഹചര്യങ്ങളിൽ അൺലെസ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി we won't go. won't കണ്ടോ, നെഗറ്റീവ് ആണ്. we won't go out unless it stops raining. കണ്ടോ, അവിടെയും ഈ പറഞ്ഞ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇഫ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല എന്ന നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് വരുന്ന സാഹചര്യത്തിൽ അൺലെസ് യൂസ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഓർത്ത് വെക്കുക, ചില സാഹചര്യങ്ങളിൽ രണ്ടും നെഗറ്റീവ് ക്ലോസ് ആയിട്ട് വരുമ്പോ, നെഗറ്റീവ് മീനിങ് വരുമ്പോൾ അവിടെ ഇഫിന് പകരം എന്ത് യൂസ് ചെയ്യാറുണ്ട്? അൺലെസ്സും യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. അപ്പോൾ രണ്ട് ക്ലാസ് നെഗറ്റീവായി വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ അൺലെസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇഫ് ക്ലോസ് പാസ്റ്റ് വെർബില് ബി ഫോമിനോടൊപ്പം വന്നാല്, ഇഫ് ക്ലോസ് പാസ്റ്റ് വെർബില് ബിയുടെ ഫോം, ഇപ്പൊ ബിയുടെ ഫോം നമ്മള് കഴിഞ്ഞ ഓക്സിലറി വെർബ് എന്നുള്ള ക്ലാസ്, അതിന്റെ ക്ലാസ് ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേ. അപ്പൊ ഓക്സിലറി വെർബ് എന്നുള്ള ക്ലാസ് നമ്മൾ ബിയുടെ ഫാമിലി, ഡൂവിന്റെ ഫാമിലി, ഹാവിന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരുന്നു വരുന്നത്? ഈസ്, ആം, ആർ, വാസ്, വെയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പൊ ഈ ബിയുടെ ഫാമിലിയിലുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ, അപ്പൊ ഇഫ് ക്ലോസിന്റെ കൂടെ പാസ്റ്റ് വെർബില് ബി ഫാമിലിയിലുള്ള കാറ്റഗറി, ബി ഫോമിൽ ഏതെങ്കിലും ഒന്ന് കൂടെ വരികയാണെങ്കിൽ, കണ്ടോ, ഇഫ് ക്ലാസിന്റെ കൂടെ പാസ്റ്റ് വെർബിലെ ബി ഫോം കാറ്റഗറിയിലുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിന്റെ കൂടെയും വരുന്നത് വുഡോ വില്ലോ ഒന്നുമല്ല, പകരം വെയർ ആണ് വരുന്നത്. എന്താണ് വരുന്നത്? വെയർ ആണ് വരുന്നത്. ഇതൊക്കെ റയർ കേസ് ആണ്, ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു രണ്ട് നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഇഫിന് വരെ അൺലെസ് യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടെണ്ണം നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ മിഡിലായിട്ട് ചില സമയത്ത് ഇഫ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇഫ് ക്ലോസ് പാസ്റ്റ് വെർബിൽ, ഇഫ് ക്ലോസിനോടൊപ്പം പാസ്റ്റ് വെർബ് വരുമ്പോൾ ബിയുടെ ഫോം ഏതെങ്കിലും ആണ് അതിനോടൊപ്പം ഇരിക്കുന്നതെങ്കിൽ, ഈസോ, ആമോ, ആറോ, ബാസോ, വേറെ ഏതെങ്കിലും ആണ് അതിന്റെ കൂടെ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ കൂടെ എന്തേ വരുള്ളൂ? വേറെ വരുള്ളൂ. വുഡ് ഒന്നും അല്ല, വുഡ് വരും, അതുപോലെ തന്നെ വേറും ആയിരിക്കും അതിന്റെ കൂടെ വരിക. അതിന്റെ മറ്റൊരു കേസ് കൂടി നമുക്ക് പറയാം. ഇത് ഇമാജിനറി കേസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്യാണ്, ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യം ഇമാജിൻ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അത്തരത്തിൽ ഇമാജിനറി കണ്ടീഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഉറപ്പായിട്ടും അങ്ങനെ വരുള്ളൂ. എങ്ങനെയാ വരുന്നത്? ഇഫ് പ്ലസ് സബ്
വെയർ. അപ്പൊ എങ്ങനെ വരുള്ളൂ? വുഡ് പ്ലസ് V1 എന്നേ വരൂ. അപ്പൊ ഇമാജിനറി കണ്ടീഷൻ ആണ്. ഇമാജിൻ ചെയ്യാണ്, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു, എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തേനെ. അപ്പൊ അവിടെ ഇമാജിനറി ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്തരം ഇമാജിനറി കണ്ടീഷൻസ് വരുമ്പോൾ ഇഫിന്റെ കൂടെ, ഇഫ് ക്ലോസിന്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് വെയർ, സബ്ജക്റ്റ് പ്ലസ് വെയർ, അതിനോടൊപ്പം വുഡ് പ്ലസ് V1, വുഡ് പ്ലസ് V1, സബ്ജക്റ്റിന്റെ കൂടെ വെയർ, അതിന്റെ കൂടെ വുഡ് പ്ലസ് V1 ആയിരിക്കും വരുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. എക്സാമ്പിൾ ഇതാണ്. ഇഫ് I were a bird. കണ്ടോ, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ, ഒരിക്കലും ഞാനൊരു പക്ഷി ആകില്ല അല്ലെ. ഇഫിന്റെ കൂടെ ഐ എന്നുള്ള സബ്ജക്റ്റ് വന്നു, അതിന്റെ കൂടെ വെയർ എന്നുള്ള പാസ്റ്റ് ഫോമിലുള്ള ബിയുടെ ഫോം വന്നു. കണ്ടില്ലേ? എ ബേർഡ്, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ. കണ്ടോ, വുഡ് പ്ലസ് V1 വന്നു. കണ്ടില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെയർ ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് ടു വുഡ് പ്ലസ് V1, വുഡ് പ്ലസ് V1. അത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ 5 were a bird, ബിയുടെ ഫാമിലി അല്ലെങ്കിൽ ബിയുടെ ഏതെങ്കിലും ഒരു ഫോം, ഈസോ ആമോ ആറോ വാസോ വേറോ ഏതെങ്കിലും ഒന്ന് കൂടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ കൂടെ വുഡ് പ്ലസ് V1, സബ്ജക്റ്റിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും വരിക. വുഡ് ഫ്ലൈ. കണ്ടില്ലേ? വുഡിന്റെ കൂടെ V1 ഫോം ആയ ഫ്ലൈ വന്നിരിക്കും. അപ്പൊ അതൊരു ഇമാജിനറി കേസ് ആണ്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിളും കൂടി. We could start dinner. നമുക്ക് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നേനെ. If only he were here. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. കണ്ടില്ലേ? അവിടെയും he were വന്നപ്പോ ഇവിടെ എന്ത് വന്നു? ഇവിടെ could ആണ് വന്നിരിക്കുന്നത്. എന്താണ് വന്നിരിക്കുന്നത്? could ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഇതൊരു ഇമാജിനറി കേസ് ആണ്. അപ്പൊ ഈ ബിയുടെ ഫോമിന്റെ കൂടെ വേറെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ ആണ് വരുന്നതെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സെന്റൻസ് നമ്മൾ. ഇപ്പൊ ഇമാജിനറി കേസിൽ ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് വേറെ ആണെങ്കിൽ അതിന്റെ കൂടെ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 അങ്ങനെയാവും വരുന്നത്. കൂടുതലും വുഡ് പ്ലസ് V1 ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ആ ഇമാജിനറി കേസിന്റെ സ്ട്രക്ചർ കൂടി പഠിച്ചു വെക്കുക. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് വേർ ഈസ് ടു വേർ പ്ലസ് വുഡ് പ്ലസ് V1. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കൂടി എക്സ്ട്രാ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ടൈപ്പ് ഓഫ് കണ്ടീഷൻ, പോസിബിൾ, ഇംപ്രോബിൾ, ഇമ്പോസിബിൾ എന്നതിന്റെ കൂടെ ഇമാജിനറി കേസും, പിന്നെ ഇപ്പൊ പറഞ്ഞ സെക്കൻഡ് ആയിട്ട് വരുന്നതും മിഡിൽ ആയിട്ട് വരുന്നതും, 2 നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ അൺലെസ് യൂസ് ചെയ്യുന്നതും ഇമാജിനറി കേസും ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ് നമ്മൾ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഈ എക്സാമ്പിൾസിലൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. നോക്കൂ, ഇഫ് ഐ ഹാഡ് ഹിസ് അഡ്രസ്, എന്റെ കയ്യിൽ അവന്റെ അഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ഐ ഡാഷ് സെൻഡ് ഹിം എ ലെറ്റർ. നമുക്ക് അവിടെയാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഇഫ് ഐ ഹാഡ് ഹിസ് അഡ്രസ് ഐ ഡാഷ് സെൻഡ് ഹിം എ ലെറ്റർ. ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരുന്നത് വുഡ് ഹാവ്, വില്ല്, ഷാല്, വുഡ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിന്റെ വെർബാണ്. ഇഫ് വന്നിട്ടുണ്ട്, സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഈ വെർബ് നോക്കിയേ, ഹാഡ് അല്ലെ, പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ, സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ എന്തേ വരുള്ളൂ? വുഡ് അല്ലെ, ഫുഡ്, ഷുഡ്, കുഡ് അങ്ങനെ വരുള്ളൂ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹാഡ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഏതേ വരുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്? വുഡ്. ഈ പറഞ്ഞ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ കൂടെ ഏതാ വരുന്നത്? വുഡ് ആണ് വരുന്നത്. ഇഫ് ഐ ഹാഡ് ഹിസ് അഡ്രസ് I would send him a letter. Confusion ആവില്ലല്ലോ. Next, if he shut the door, the door, he dashed to enter. She dashed to enter. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ് കേട്ടോ. അത് റെയറായിട്ട് ചോദിച്ചൊരു കേസാണ്. Won't be able, would not be able, would have been able, would be able. ഇവിടെ ഈ പറഞ്ഞ ബി ചേർത്ത് വരുന്നൊരു ഫോം ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ പറഞ്ഞ ഹാവ് ബീൻ ഏബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങും യൂസ് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ എന്താ വരിക? വോണ്ട് ബി ഏബിൾ വരില്ല. ഷട്ട് ദ ഡോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഷട്ട് ദ ഡോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞത് പാസ്റ്റിലാണ് വരുന്നത്. അപ്പോ ഈ പറഞ്ഞ ഡോർ അടയ്ക്കാതിരുന്നെങ്കിൽ അകത്ത് കയറാൻ, ഡോർ അടച്ചു വെച്ചിരുന്നെങ്കിൽ അകത്ത് കയറാൻ കഴിയുമായിരുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ വുഡ് നോട്ട് ബി ഏബിൾ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇഫ് ഹി ഷട്ട് ദ ഡോർ ഹി ഡാഷ് ടു എൻ്റർ, ഹി
വുഡ് നോട്ട് ബി ഏബിൾ ടു എൻ്റെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവനകത്ത് കടക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റിലുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിയുമായിരുന്നില്ല നെഗറ്റീവ് മീനിങ് കൂടി വരുന്നുണ്ട്. ഇനി അടുത്ത് നോക്കൂ, ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ഗോ ഔട്ട്. ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ഗോ ഔട്ട്. ഇങ്ങനെ മഴ പെയ്ത് നമുക്ക് പുറത്ത് പോകാൻ സാധിക്കില്ല അല്ലേ. അപ്പോ ഇഫ് ഇറ്റ് റെയിൻസ്, റെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. എസ് ഓർ എസ് വരുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ആണെന്ന്. ഇഫ് ഇറ്റ് റെയിൻസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ സിമ്പിൾ പ്രസന്റ് മാത്രം നോക്കിയാൽ പോരെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് പോസിബിൾ കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ പ്രസന്റ് കൂടെ വില്ല് ഷാല് അല്ലെ, അങ്ങനെയൊക്കെയാണ് മേക്ക വരും എന്ന് പഠിപ്പിച്ചു. അപ്പോ വി വിൽ നോട്ട്, ഷുഡ് അല്ല, വുഡ് അല്ല, കുഡ് അല്ല, വി വിൽ നോട്ട്. Okay. Next one. If you had seen a ghost, what dash done? If you had seen a ghost, what dash done? ഒരു ഗോസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ. If you had seen, past perfect അല്ലേ വന്നിരിക്കുന്നത്. If you had seen ആണ് വന്നിരിക്കുന്നത്. അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോ എന്ത് കണ്ടീഷൻ വരുമെന്നാ ഞാൻ പഠിപ്പിച്ചത്. അതിന്റെ കൂടെ എങ്ങനെ വരുമെന്നാ വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നാ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ ഇഫ് യു ഹാഡ് സീൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ആദ്യമേ മനസ്സിലാക്കണം ഹാഡ് സീൻ എന്ന് പറയുമ്പോ. അപ്പോ ഓർത്ത് വെക്കുക, വുഡ് യു ഹാവ് കേട്ടോ. ഹാവ് തീർന്നിട്ടുള്ള കുഡ് ഹാവ് ഉണ്ട്, പക്ഷെ അതല്ല വരിക. പിന്നെ ഏതാ വരുള്ളൂ, വുഡ് പ്ലസ് ഹാവ്, വുഡ് യു ഹാവ്. അപ്പൊ ഇഫ് യു ഹാഡ് സീൻ എ ഗോസ്റ്റ്, what would you have done? What would you have done? അപ്പോൾ അതിൻ്റെ കൂടെ ഹാവ് വരുമെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ആദ്യം പറഞ്ഞ ആ സ്ട്രക്ചർ എല്ലാത്തിനെയും കാണാതെ പഠിക്കുക, അതാണ് ഇതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, they would win if they dash. They would win if they dash. അവർ ജയിച്ചേനെ അവർ എങ്ങനെയായിരുന്നെങ്കിൽ if they dash. ഓപ്ഷൻ ട്രൈഡ്, ട്രൈ, വിൽ ട്രൈ, ഹാഡ് ട്രൈഡ്. they would എന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമുക്കറിയാം പാസ്റ്റ് ആണ് അല്ലെ, വുഡ് എന്നാ പറഞ്ഞ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ വെർബിന്റെ ട്രൈഡ് എന്നുള്ള ഫോമാണ് ഇവിടെ പാസ്റ്റ് ഉള്ളത് അല്ലെ. ബാക്കി ട്രൈയും വിൽ ട്രൈയും ഒക്കെ വേറെയാണ്. ഹാഡ് ട്രൈഡും വരില്ല, V1 ഫോം ആണ് വരേണ്ടത്, ട്രൈഡ്. അപ്പോ ദേ വുഡ് വിൻ ഇഫ് ദേ ട്രൈഡ്. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് ദിസ് ഹാപ്പൻസ് യു ഡാഷ് ഇൻ ട്രബിൾ. ഇഫ് ദിസ് ഹാപ്പൻസ് യു ഡാഷ് ഇൻ ട്രബിൾ. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് വിൽ, വുഡ്, വിൽ ഹാവ്, വുഡ് ഹാവ്. അപ്പൊ ഏതാ കറക്റ്റ് വരിക? വില്ല്, വുഡ്, വിൽ ഹാവ്, വുഡ് ഹാവ്. ഇഫ് ദിസ് ഹാപ്പൻസ് എന്നല്ലേ പറഞ്ഞേ. ഇഫ് ദിസ് ഹാപ്പൻസ്, ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് അല്ലേ. അപ്പൊ വില്ലല്ലേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ കൂടെ വിൽ ഹാവ് ഇൻ ട്രബിൾ എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഏതാ വരുന്നത്? വിൽ ഹാവ് ഇൻ ട്രബിൾ. അവരിൻ ട്രബിൾ അകപ്പെട്ടേനെ. അവിടെ ഹാവ് എന്ന് പറയുന്നത് അങ്ങനെയല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദിസ് ഹാപ്പൻസ് ദേ വിൽ ഇൻ ട്രബിൾ എന്ന് വരൂല, അകപ്പെട്ടേനെ എന്നുള്ള മീനിങ് കൊണ്ടാണ് വിൽ ഹാവ് എന്നുള്ളൊരു വെർബ് കൂടി അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും എക്സാമ്പിൾസ്, 6 എക്സാമ്പിൾസ്, പിന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ പറഞ്ഞ ഇമാജിനറി കേസ് ഒന്ന് നല്ലപോലെ ഓർത്തിരിക്കുക. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സാമ്പിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ചാണ്. ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി.